എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്ര ആശുപത്രി കിടക്കയിൽ നിന്നും അവൾ ചാടി എഴുന്നേക്കുകയാണ്. അപ്പം നേരെ അങ്ങ് ഇറങ്ങി ഓടുന്ന സമയത്ത് പ്രതീഷിനെ കണ്ടു. പ്രതീഷിനെ കണ്ട പാടെ തന്നെ പ്രതീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് എടാ എവിടെടാ എൻ്റെ കുഞ്ഞെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പ്രതീഷാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ സുമിത്ര ചോദിച്ചു, നീ എന്തിനാ കുഞ്ഞിനെ കൊണ്ടുപോയത്? ദേ നോക്ക്, നീ അനന്യ കരയുന്നത് നീ കണ്ടില്ലേ? അവളുടെ ചങ്ക് പറിച്ചു തന്നിട്ടാണ് ആ കുഞ്ഞിനെ നീ അങ്ങ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ള രീതിയിലൊക്കെ സുമിത്ര സംസാരിച്ചപ്പം പ്രതീഷ് പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണം, കുഞ്ഞ് എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. എടാ ഒരു രാത്രി പോലും ആ കുഞ്ഞിനെ മര്യാദക്ക് നോക്കാൻ പറ്റാത്ത നീയാണോ ആ കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ തണലാകുന്നത്? ഇങ്ങനെയുള്ള സുമിത്രയുടെ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ പ്രതീഷ്. അപ്പോൾ പ്രതീക്ഷ ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കിനും അനന്യാണെങ്കിൽ കരഞ്ഞു. അനന്യ പറയുന്നുണ്ട്, എന്തിനാ പ്രതീക്ഷ ഞങ്ങളോട് ഈ ചതി ചെയ്തത്? നീ എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റിയില്ലേ? എൻ്റെ സ്വരമോൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് തന്നെ അനന്യ അങ്ങ് പറയുകയാണ്. പണ്ഡിത് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കല്ലേ, നമുക്ക് കുഞ്ഞിനെ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സുമിത്ര പറഞ്ഞു, മോനെ നീ എന്ത് കൊടും ചതിയാണ് ചെയ്തത്? ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? എടാ എങ്ങനെയെങ്കിലും കൊച്ചിനെ കണ്ടുപിടിച്ചുകൊണ്ട് വാന്നും പറഞ്ഞ് സുമിത്ര ബഹളം വെക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ അനിരുദ്ധിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. കുറച്ച് നേരം എല്ലാവരും നിശബ്ദരായിട്ടിരുന്നു. ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്തപ്പം അനിരുദ്ധ്, സാറേ പറഞ്ഞോ സാറേ? എനിക്ക് മനസ്സിലായി സാറേ. അപ്പോൾ പോലീസുകാരാണ് വിളിച്ചത്. കുഞ്ഞിനെ കിട്ടി എന്നുള്ള ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത്. ഞങ്ങൾ ഇപ്പോൾ തന്നെ എത്താമെന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ശ്രീനിലയത്തിലാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത്. ശ്രീനിലയത്തിലേക്ക് പോലീസുകാർ നമ്മുടെ സ്വരമോളുമായിട്ട് വരുന്ന ഒരു കാഴ്ച. അപ്പം നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിലും വളരെയധികം സന്തോഷമായി. അനന്യ ഓടിപ്പോയി തൻ്റെ കുഞ്ഞി പിടിച്ചു. എന്നിട്ട് മോളോട് ചോദിച്ചു, മോളാ മമ്മീനെ കാണാണ്ട് വിഷമിച്ചു എന്ന് ചോദിക്കുക. അപ്പോൾ കൊച്ചു പറഞ്ഞു, മമ്മി ഞാൻ ശരിക്കും പേടിച്ചു പോയി. അപ്പം സാറിന് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്യയും സുമിത്രയും ഒക്കെ പോലീസുകാരൻ്റെ അടുത്ത് സംസാരിക്കുമ്പം മനസ്സിലായി, എന്തായാലും നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കരുത്. ദേ ഈ നിൽക്കുന്ന പ്രതീക്ഷ ജയിലിൽ പോകേണ്ട കാര്യമാണ് ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ അറിയാവുന്നത് കൊണ്ട് മാത്രം ഞാനിത് കേസാക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് സാറിങ്ങനെ സംസാരിച്ചു. അനിരുദ്ധ് പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് സാറേ. കൊച്ചിനെ എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പം 2 ഓട്ടോക്കാരാണ് കുഞ്ഞിനെ കണ്ടെത്തിയതും കുഞ്ഞിനെ നേരെ അവർ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം സന്തോഷത്തിൽ ആ വന്ന സാറിനോട് നന്ദിയൊക്കെ പറഞ്ഞു. അതിനുശേഷമാണെങ്കിലും നമ്മുടെ പ്രതീക്ഷാണെങ്കിൽ കുറ്റബോധം കൊണ്ട് നീറി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു രാത്രി പോലും അവന് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സ്വന്തം കുഞ്ഞിനെ നോക്കാൻ സാധിച്ചില്ലല്ലോ. അതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടവന്. അതെ പ്രതീക്ഷ, നീ ചെയ്തത് തെറ്റാണ്, എന്നാലും അമ്മയ്ക്ക് നിന്നെ തള്ളിക്കളയാൻ പറ്റില്ല എന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിലും പ്രതീഷിൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അപ്പോൾ പ്രതീഷിനോട് പറഞ്ഞു, മോനെ നീയൊന്ന് നോക്ക്, അനന്യയും അതുപോലെ തന്നെ അനിരുദ്ധും നിന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ്. നീ ആ കുഞ്ഞ് ഓർമ്മ വെക്കാത്ത കാലത്ത് അവർക്ക് നൽകിയിട്ട് പോയതല്ലേ? ജയിലിൽ പോയ സമയത്ത് നീ ഒന്ന് ആലോചിച്ച് നോക്കും മോനെ, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ, ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ പ്രതീഷിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റാതെ അവൻ റൂമിലേക്ക് കയറി പോവാണ്. അങ്ങനെ കുഞ്ഞിനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ എൻ്റെ സ്വരമോള് വാന്നും പറഞ്ഞിട്ട് സുമിത്ര കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ കൊടുക്കുകയാണ്. അപ്പം കുഞ്ഞിനും മനസ്സിലായി ഇത് മോളുടെ യഥാർത്ഥ അച്ഛൻ തന്നെയാണെന്നും അത് ഡാഡി മമ്മി എന്ന് വിളിക്കുന്നത് വല്യച്ഛനും വല്യമ്മയും ആണ് എന്നുള്ളൊരു സത്യം. അങ്ങനെ അവർ വളരെയധികം സന്തോഷത്തിൽ നിൽക്കുമ്പോഴത്തേക്കിനും പ്രതീഷിൻ്റെ ജീവിതവും പ്രതീഷിൻ്റെ ആ ഒരു സ്വഭാവ രീതികളും ഒക്കെ ആലോചിച്ച് സുമിത്രയ്ക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം മോർണിംഗ് ആകുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സ്വരമോളെയാണ് കേട്ടോ. സ്വരമോള് ഒരു കപ്പിൽ കാപ്പിയൊക്കെ ആയിട്ട് നമ്മുടെ പ്രതീഷിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പ്രതീഷ് നല്ല ഉറക്കമാണ്. പ്രതീഷിനെ പപ്പ പപ്പ എന്ന് വിളിക്കുമ്പോഴത്തേക്കിനും ഇതാരാ ഇപ്പോൾ പപ്പ എന്ന് വിളിക്കുന്നത്? നമ്മുടെ പ്രതീഷ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും
സ്വരമോളെയാണ് കണി കാണുന്നത്. സ്വരമോളുടെ കയ്യിൽ ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് സ്വരമോള് വളരെ സന്തോഷത്തിൽ. ഇനി മുതൽ ഞാൻ അച്ഛനെ പപ്പ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രതീക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ പ്രതീക്ഷ എഴുന്നേറ്റിരുന്നു. മോള് പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അതെ അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ദേ പപ്പയ്ക്കുള്ള ചായയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി മുതൽ ഞാൻ പപ്പ എന്നേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. മോൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വരമോളെ അടുത്തേക്ക് വിളിച്ചിട്ട് പ്രതീക്ഷ ആണെങ്കിൽ ഒരുപാട് ഉമ്മ കൊച്ചിന് കൊടുക്കുകയാണ്. അപ്പം ഇത്രയും കാലവും തൻ്റെ കുഞ്ഞിനെ തനിക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റിയില്ലല്ലോ. അങ്ങനെ പ്രതീക്ഷ കുഞ്ഞുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് അനന്യയും അനിരുദ്ധും അതുപോലെ സുമിത്രയും കൂടെ വരിക. മോനെ പ്രതീക്ഷ, നിനക്ക് സന്തോഷമായോ എന്ന് സുമിത്ര ചോദിക്കുമ്പം സന്തോഷമായമ്മേ, എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ദേ എൻ്റെ മോൾ എന്നെ പപ്പ എന്ന് വിളിച്ചു എന്നും പറഞ്ഞിട്ട് പ്രതീക്ഷ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സുമിത്ര പറഞ്ഞു, മോനെ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ പൊന്നുമോളെ നമ്മുടെ സ്വരമോളെ വളർത്താമെന്നും പറഞ്ഞിട്ട് സുമിത്ര ഇങ്ങനെ സംസാരിച്ചതും അനന്യ വന്നിട്ട് പറഞ്ഞു, പ്രതീക്ഷ ഞാനും അനിരുദ്ധവും ഒക്കെ ഇറ്റലിയിലേക്ക് പോവാൻ തീരുമാനിച്ചു. ഇതിനു മുമ്പ് കുഞ്ഞിനെയും കൂടെ കൂട്ടണമെന്ന് തന്നെയാ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഒരിക്കലും നിന്റെ മകളെ ഞങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞ് ഞങ്ങളുടേതാണെന്ന് തന്നെയാ വിചാരിച്ച് ഇത്രയും വർഷം വളർത്തിയത്. അവളില്ലാതെ എനിക്ക് ഒട്ടും പറ്റില്ല പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്യ ഇങ്ങനെ സംസാരിച്ചപ്പം അനിരുദ്ധം പറഞ്ഞു, അതേ പ്രതീക്ഷ, ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു. ദേ മോളെ നിന്നെ ഞങ്ങൾ തിരികെ ഏൽപ്പിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ മടങ്ങി പോവാന്ന് വിചാരിക്കുക. അപ്പം സുമിത്രക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പം ഭയങ്കര സങ്കടമായിട്ടോ. സുമിത്ര പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ പോകുന്ന കാര്യം ഒന്നുകൂടെ ആലോചിക്കായിരുന്നില്ലേ? ഇല്ലമ്മേ, ഇനി പറ്റില്ല. ഞങ്ങളുടെ മോളെ ഞങ്ങൾ തിരികെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കുകയാണ്. അവൻ തന്നെയാണ് അവളെ വളർത്തേണ്ടത്. അപ്പം നമ്മുടെ പ്രതീക്ഷ ഇവരുടെ ഈ ഒരു നന്മയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പ്രതീക്ഷ പറയുന്നുണ്ട്, അല്ല എനിക്കാ തെറ്റുപറ്റിയത് ഏട്ടത്തി. അങ്ങനെ പ്രതീക്ഷ തൻ്റെ കുഞ്ഞിനെ തിരികെ നമ്മുടെ അനന്യക്ക് കൊടുക്കുകയാണ്. അപ്പൊ പ്രതീക്ഷ അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ അനന്യക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. ഏട്ടത്തി, എനിക്കാ തെറ്റുപറ്റിയത്. ഇത്രയും കാലവും നിങ്ങൾ പൊന്നു പോലെ വളർത്തിയ മോളെ ഞാനല്ലേ തട്ടിയെടുക്കാൻ നോക്കിയത്. എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അനന്യയോടും അനിരുദ്ധിനോടും ഒക്കെ മാപ്പ് ചോദിക്കുകയാണ്. സന്തോഷത്തില് അനന്യയാണെങ്കിലോ പ്രതീഷിന്റെ അടുത്ത് നന്ദി പറയുക. പ്രതീക്ഷ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കറിയാം നീ നിന്റെ ചങ്ക് പറിച്ചിട്ടാണ് ഞങ്ങൾക്ക് തരുന്നതെന്ന്. അതിന് ഞങ്ങൾ പൊന്നു പോലെ തന്നെ നോക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വരമോൾക്ക് സന്തോഷമായിട്ടോ. സ്വരമോളെ, ദേ ഇനി മുതൽ മോള് എന്നെ പപ്പ എന്ന് തന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിനിപ്പോൾ സത്യങ്ങളൊക്കെ തിരിച്ചറിയാം. കൊച്ചിന് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അങ്ങനെ അവർ വളരെ സന്തോഷത്തിൽ നിൽക്കുന്നത് കാണിക്കുകയാണ്. നമ്മുടെ സുമിത്രയുടെ കണ്ണും മനസ്സും ഒക്കെ ഒരേ നിമിഷം നിറയുകയാണ്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്താണെന്ന് അറിയില്ല, അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹം കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. അപ്പം പഴയതുപോലെ തന്നെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം, സ്നേഹിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.